ഇത്തിരി ഭൂമിയിൽ നീ ഒത്തിരി അത്ഭുതങ്ങൾ കാട്ടുന്നു. അതുദാഹരണമാണ് ഈ അനുഗ്രഹീതമായ മുന്തിരിത്തോട്ടം. എത്ര കരുത്തുള്ള മുന്തിരിച്ചെടികൾ, ഫലത്തിന്റെ പാലം കൊണ്ട് ചാർന്നു നിൽക്കുന്ന ശാഖകൾ. അനുഗ്രഹീതരാണ് നെയ്യും നിന്റെ കുടുംബവും. സത്യം പറഞ്ഞാൽ അസൂയ ഉളവാക്കുന്നതാണ് നാബോത്തിന്റെ ഈ മുന്തിരിത്തോട്ടം. ഇസ്രായേൽ താഴ്വാരങ്ങളിൽ മേയുന്ന ആട്ടിൻകൂട്ടങ്ങൾക്ക് കുടമണി ചാർത്തിയതുപോലെ അഴകാർന്ന മുന്തിരിക്കുലകൾ കാണുമ്പോൾ ആ കാഴ്ച തന്നെ എത്രയോ ചെയ്തോ വരും. നീ ശരിക്കും ഭാഗ്യവാനാണ് നാബോത്ത്. എല്ലാം കരുണാമയനായ യഹോവയുടെ അനുഗ്രഹം. എന്റെ ഭാര്യയുടെയും മക്കളുടെയും നിതാന്തമായ പ്രവൃത്തം. ഭർത്താവിന്റെ മനമറിഞ്ഞ് കൂടെ നിൽക്കുന്ന ഭാര്യ, അപ്പന്റെ സ്വപ്നങ്ങൾക്ക് നിറങ്ങൾ ചാരിച്ച് നൽകുന്ന മക്കൾ. നാബോത്ത്, നീ ഈ ഭൂമിയിൽ തന്നെ സ്വർഗ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്ന അപൂർവ മനുഷ്യരിൽ ഒരാളാണ്. കുടുംബം കൂടെയുണ്ടെങ്കിൽ അത് നൽകുന്ന ശക്തി അപാരം. കൊട്ടാരത്തിന് കുതിരവണ്ടിയാണല്ലോ ആ വരുന്നത്. നിന്നെപ്പോലൊരു മികച്ച കൃഷിക്കാരന് ഇത്രയും കൃഷിയിടം തീരെ പോരാ. നാം കൂടുതൽ കൃഷിയിടം നിനക്ക് നൽകും. അർഹതയ്ക്കുള്ള അംഗീകാരമാണ് അത്. നാം അങ്ങനെ ചെയ്യുമ്പോൾ നീ നമുക്കായി ചെറിയൊരു കാര്യം ചെയ്യണം. നിന്റെ ഈ മുന്തിരിത്തോട്ടം നമുക്ക് പച്ചക്കറി കൃഷിക്കായി തരിക. പ്രതിഫലമായി പൊന്നോ പണമോ മറ്റു കൃഷിയിടമോ എന്തു വേണമെങ്കിലും നിനക്ക് ആവശ്യപ്പെടാം. എനിക്കൊന്നും വേണ്ട. അന്നെന്റെ കഴിവ് വർദ്ധിക്കാൻ ആവശ്യപ്പെട്ടാൽ ഞാനത് ചെയ്യും. എന്നാൽ എന്റെ ഈ ദിവസം അങ്ങാമോ ഉപേക്ഷിക്കണം. ഇല്ല, ഞാനിത് ആർക്കും വിട്ടുതരില്ല. എനിക്കതിന് കഴിയില്ല. എന്റെ പുന്നാര മക്കൾ, അവരോട് ഞാൻ സമാധാനം പറയും. വിളവെടുപ്പ് കാലത്ത് ഒരു മുല മുന്തിരികളത്ത് രുചിക്കാൻ ഭാഗ്യമില്ലതാ. ഇല്ല, എനിക്കാവില്ല. ഞാനിവ ആർക്കും വിട്ടുകൊടുക്കില്ല. ആർക്കും വിട്ടുകൊടുക്കില്ല. മഹാരാജൻ, അങ്ങേക്ക് എന്ത് പറ്റി? അങ്ങ് എന്താണ് ആഹാരം പോലും കഴിക്കാതെ ഇത്ര വ്യസനിച്ചിരിക്കുന്നത്? നമ്മുടെ ശൈലഗൃഹത്തിന്റെ കിളിവാതിലൂടെ നോക്കുമ്പോൾ കാണുന്ന ആ മനോഹരമായ കാഴ്ച എന്താണ്? അത് ആ ഇസ്രായേൽക്കാരനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടമല്ലേ? നമ്മുടെ അരമനയോടുകൂടി ചേർന്ന് കിടക്കുന്ന ആ തോട്ടം അത് നമ്മെ വല്ലാതെ മോഹിപ്പിക്കുകയും അസ്വസ്ഥമാക്കുകയും ചെയ്യുന്നു. ആ മണ്ണിൽ നമുക്ക് നല്ലൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കണം. മഹാരാജൻ, അങ്ങ് ഇസ്രായേലിന്റെ രാജാവാണ്. ഇത്രയും നിസ്സാര കാര്യത്തിനാണ് അങ്ങ് ഇത്രയും ആഗ്രഹപ്പെടുന്നത്? ഈ ഇസ്രായേലിന് അങ്ങേക്ക് സ്വന്തമാക്കാൻ കഴിയാത്തതായി എന്തുണ്ട്? ആഗ്രഹമല്ലേ, യഹോവയുടെ കൽപ്പന ലംഘിച്ച് ആ തോട്ടം വിൽക്കുകയില്ല എന്നെ മുഖത്ത് നോക്കി പറഞ്ഞ ധിക്കാരിയുടെ വാക്കുകളുണ്ടല്ലോ, അതിന്റെ അമർഷമാണ് വച്ചിരിക്കുന്നത്. ആ മുന്തിരിത്തോട്ടം കൈവശമാക്കണമെങ്കിൽ നാബോത്ത് കൊല്ലപ്പെടണം. അതിനിവിടെ രാജശക്തിയല്ല, രാജതന്ത്രം തന്നെ വെളിപ്പെടണം. ദൈവത്തെയും രാജാവിനെയും ദൂഷിക്കുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നത് ഇസ്രായേൽക്കാർക്ക് അവരുടെ യഹോവ കൊടുത്ത പ്രമാണമാണ്. അങ്ങനെയെങ്കിൽ ആ യഹോവയുടെ പ്രമാണം വെച്ച് തന്നെ അവനെ ഇല്ലായ്മ ചെയ്യണം. സമരിയ പട്ടണത്തിൽ പാർക്കുന്ന മൂപ്പന്മാർക്കും പ്രമാണമാക്കണം. പട്ടണത്തിൽ നിന്നും ഒരു ഉപവാസം പ്രസിദ്ധമാക്കും. 2 നീചന്മാരായ ആളുകൾ നാബോത്തിനെതിരായി നിന്ന് ഇവർ രാജാവിനെയും ദൈവത്തെയും ദൂഷിച്ചുവെന്ന് കള്ളക്കുറ്റം ചുമത്തി ഇസ്രായേൽക്കാരുടെ ന്യായപ്രമാണം അനുസരിച്ച് സഭ അവരെ കല്ലെറിഞ്ഞ് കൊന്നുകളയുക. ഇന്നത്തെ ഉപവാസത്തിൽ ഇയാൾ വിളിക്കാതെ നീ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കണം. ഇപ്പോൾ രാജാവിനെയും ദൈവത്തെയും കുറിച്ച് സംസാരിക്കുന്നതല്ലേ? ഇവനെ കല്ലെറിഞ്ഞ് കൊന്നുകളയുക ഇസ്രായേലിന്റെ പ്രമാണമാണ്.
ജീവിക്കാൻ സ്നേഹിക്കുന്നത്. ഇസ്രായേലിന്റെ നാമം കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവന്റെ രക്തം നായത്തിൽ നടത്തുന്നത് ഞാൻ എന്റെ സ്വന്തം കണ്ണുകളാൽ കണ്ടിട്ടാണ് വന്നിരിക്കുന്നതാണ്. മഹാരാജൻ അങ്ങേക്ക് വിലയ്ക്ക് തരാൻ മനസ്സില്ലാത്ത ആ നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തിൽ ഇനി ആരും അവകാശമില്ല. അങ്ങ് എത്രയും വേഗം അത് കൈവശമാക്കിക്കൊള്ളുക. ഇനി താമസിപ്പിക്കേണ്ട, എത്രയും വേഗം ആ മുന്തിരിത്തോട്ടം എനിക്ക് കൈവശമാക്കണം. ഇസ്രായേൽ രാജാവായ യഹോവ നിന്നോട് ഇപ്രകാരം ചൊല്ലുന്നു, നീതിമാനായ നാബോത്തിനെ കൊല്ലുകയും അവന്റെ മുന്തിരിത്തോട്ടം നീ കൈവശമാക്കുകയും ചെയ്തു. യഹോവയുടെ പ്രവാചക, പറന്നു പോകൂ എന്റെ മുന്നിൽ നിന്ന്, അല്ലെങ്കിൽ എന്റെ ഈ വാൾ നിനക്ക് അനർത്ഥം വരുത്തും. നിന്റെ വാൾ യഹോവയുടെ വാൾ നിന്റെയും നിന്റെ സന്തതികളുടെയും മേൽ വീഴാൻ പോകുന്നു. എവിടെ നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കിയോ, അവിടെ നിന്റെയും നിന്റെ മക്കളുടെയും രക്തം നായ്ക്കൾ നക്കുന്നു. നിന്റെ ഭാര്യ ഇസ്രായേലിന്റെ മതിലിലേക്ക് വെച്ച് നായ്ക്കൾ നക്കുന്നത്. അവളുടെ പിണം ഇസ്രായേൽ ദേശത്തിന്റെ ചാണകം പോലെയാണ്. അവരെ അടക്കം ചെയ്യാൻ ആരുമുണ്ടാവില്ല. അങ്ങയുടെ മുന്നിൽ ഞാനൊരു നീച്ച് എന്നോട് ഏലിയാവേ, ആഹാബ് എന്റെ മുൻപാകെ തന്നെത്താൻ താഴ്ത്തിയത് കണ്ടു. അവൻ എന്റെ മുൻപാകെ തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് അവന്റെ ജീവകാലത്ത് അവൻ അനർത്ഥം വരുത്താതെ അവന്റെ മകന്റെ കാലത്ത് അവന്റെ ഗ്രഹത്തിന്മേൽ അനർത്ഥം വരുത്താം.